ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രസിദ്ധ കഥാകൃത്തായ ഡെന്നി ജോണിൻ്റെ കഥാസമാഹാരത്തിലൊരു ഭാഗം ഓർപ്പിക്കട്ടെ. നല്ല വെയിലുള്ള ഒരു ദിവസം ഒരു യുവാവായ കർഷകൻ തൻ്റെ പാടത്ത് ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്നത് കണ്ടുകൊണ്ട് വൃദ്ധനായ തൻ്റെ പിതാവ് യുവ കർഷകൻ്റെ കുഞ്ഞുമായി അടുത്തുള്ള ഒരു മരത്തണലിൽ ഇരിക്കുകയായിരുന്നു. തൻ്റെ മകൻ വെയിലേൽക്കുന്നത് കണ്ട് വൃദ്ധനായ പിതാവ്, മോനെ, തലയിൽ എന്തെങ്കിലും മൂടിക്കൊണ്ട് ജോലി തുടരുക. പിതാവ് ഇത് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും യുവ കർഷകൻ ശ്രദ്ധിച്ചേയില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ വൃദ്ധനായ പിതാവ് കൊച്ചുമകനെയും എടുത്തുകൊണ്ട് വെയിലത്തേക്ക് ഇറങ്ങി നിന്നു. തൻ്റെ മകൻ വെയിൽ കൊള്ളുന്നത് കണ്ടപ്പോൾ യുവ കർഷകൻ പിതാവിനോട് പറഞ്ഞു, അപ്പാ, കുഞ്ഞിനെ വെയിൽ കൊള്ളിക്കാതെ ആ തണലിൽ പോയി ഇരിക്കൂ. അപ്പോൾ വൃദ്ധനായ പിതാവ് തൻ്റെ മകനോട് പറഞ്ഞു, ഇതല്ലേ മോനെ ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു പിതാവിൻ്റെ സ്നേഹം എത്ര വലുതാണ്. മക്കൾ എത്ര വലിയവരായാലും അപ്പന് മകൻ തന്നെയാണ്. ദൈവം നമ്മുടെ പിതാവാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന സംബോധനയോടുകൂടെയാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന ആരംഭിക്കുന്നത്. യേശു ഭൂമിയിൽ വസിച്ച കാലം സ്വർഗീയനെ വിളിച്ചത് പിതാവേ എന്നാണ്. പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, പിതാവിന് മക്കളോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വേദപുസ്തകം. പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മകനെ തേടി വരുന്ന പിതാവ്. പാപനിമിത്തം മകൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ മകനോട് വിദ്വേഷ മനോഭാവമില്ലാതെ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന്, ആദാമേ, നീ എവിടെയാണ്? താൻ ഇരിക്കുന്ന സ്ഥലം അറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പിതാവ് തേടി വന്ന് ആ മകനെ കണ്ടെത്തി തൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുന്നു. തനിക്കുള്ള സ്വത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തി ദുർനടപ്പിലൂടെ എല്ലാം നശിപ്പിച്ച് മടങ്ങി വരുന്ന ഒരു മകനെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ സുവിശേഷങ്ങളിൽ നാം കാണുന്നു. ദൂരത്ത് വെച്ച് ആ മകനെ കണ്ടപ്പോൾ എത്ര സ്നേഹത്തോടുകൂടെയാണ് മകൻ തൻ്റെ അടുത്ത് വരുന്നത് കാത്തിരിക്കാതെ പിതാവ് മകൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത്. ആ മകൻ ആഗ്രഹിച്ചത് തൻ്റെ തെറ്റുകളെല്ലാം പിതാവിനോട് ഏറ്റുപറയണം. അതിനുശേഷം തൻ്റെ കൂലിക്കാരിൽ ഒരുവനെപ്പോലെ എന്നെ എണ്ണണമെന്ന് പറയുവാനാണ്. തെറ്റേറ്റു പറഞ്ഞ ഉടനെ ഒരു കൂലിക്കാരനോട് തന്നെ ഉപമിക്കുവാൻ വേണ്ടിയുള്ള വാക്കുകൾ ആ മകൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്നതിന് മുന്നമേ തന്നെ ആലിംഗനത്താൽ ആ പിതാവ് മകനെ പൊതിഞ്ഞിരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊടുത്തു. ഒപ്പം ആ പിതാവിൻ്റെ ഭവനത്തിൽ നഷ്ടപ്പെട്ട സന്തോഷവും മടങ്ങി ലഭിക്കുവാനിടയായിത്തീർന്നു. സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം അവർണ്ണനീയമാണ്. പലപ്പോഴും അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രം. ദൈവം ഒരിക്കലും നമ്മിൽ നിന്ന് അകന്നു പോവുകയല്ല. നമ്മിലുണ്ടാകുന്ന പാപ സ്വഭാവങ്ങൾ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുകയാണ്. ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുന്ന സാഹചര്യങ്ങളെ ഭയപ്പാടോടുകൂടെ കാണണം. പാപമാണ് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നത്. അപ്പോഴും നമ്മുടെ മടങ്ങിവരവിന് വേണ്ടി ആ സ്വർഗീയ പിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 09880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.